कृष्णा कृष्ण कृष्ण हरे हरे, हरे राम 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 हरे हरे। ओम अज्ञानतिमिरान्धस्य ज्ञानाञ्जनशलाकया चक्षुरुन्मिलितं येन तस्मै श्रीगुरवे नमः। श्रीचैतन्यमनोभीष्टं स्थापितं येन भूतले स्वयं रूपा कदा मह्यं ददाति स्वपदान्तिकम्। वन्देऽहं श्रीगुरौ श्रीयुतपदकमलं श्रीगुरून् वैष्णवांश्च श्रीरूपं साग्रजातं सहगण रघुनाथान्वितं तं सजीवं साद्वैतं सावधूतं परिजनसहितं कृष्णचैतन्यदेवं श्रीराधाकृष्णपादान् सहगण ललिता श्रीविशाखान्वितांश्च। हे कृष्णा करुणा सिन्धु दीनबन्धो जगत्पते गोपेशा गोपिकान्त राधा कान्त नमोऽस्तुते। तप्त काञ्चन गौराङ्गी राधे वृन्दावनेश्वरी वृषभानुसुते देवी प्रणमामि हरिप्रिये। वंशाकल्पतरुभ्यश्च कृपा सिन्धुभ्य एव च पतितानां पावनेभ्यो वैष्णवेभ्यो नमो नमः। नमो ॐ विष्णुपादाय कृष्णपृष्ठाय भूतले श्रीमते भक्तिवेदान्त स्वामिनिति नामिने। नमस्ते सरस्वती देवे गौरवाणी प्रचारिणे निर्विशेष शून्यवादी पाश्चात्य देशतारिणे। जय श्री कृष्ण चैतन्य प्रभु नित्यानंद श्री अद्वैत गदाधर श्रीवासादि गौर भक्तवृंद। हरे कृष्णा कृष्ण कृष्ण हरे हरे, हरे राम 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 हरे हरे, हरे कृष्ण 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 हरे हरे, हरे राम 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 हरे हरे, हरे कृष्ण 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 हरे हरे, हरे राम राम हरे हरे। मूकं करोति वाचालं पङ्गुं लङ्घयते गिरिं यत्कृपातमहं वन्दे श्रीगुरुदीनतारिणं परमानन्दमाधवं श्रीचैतन्यमीश्वरम्। ഹരേ കൃഷ്ണ. എല്ലാ പ്രിയപ്പെട്ട ഭക്തർക്കും എന്റെ വിനീതമായ സാഷ്ടാംഗ പ്രണാമം. എല്ലാവരും എല്ലാ ദിവസവും ഇവിടെ ഈ ഒരു സത്സംഗത്തിൽ വന്ന് ഭഗവാന്റെ തിരുനാമം ചൊല്ലുന്നു. ഇത്രയും ഭക്തരെല്ലാവരും ചേർന്ന് ഹരിനാമം ചൊല്ലുക എന്ന് പറയുന്നത് സാധാരണ ഒരു കാര്യമല്ല. നമുക്ക് ഓരോരുത്തർക്കും ഭഗവാൻ തന്നിട്ടുള്ള ഏറ്റവും വലിയ അനുഗ്രഹമാണ് എന്നുള്ളത് നമ്മൾ ഓർക്കണം. ഒരു മനുഷ്യജന്മം കിട്ടുക എന്ന് പറയുന്നത് ഒരുപാട് വിരളമായിട്ടുള്ള കാര്യമാണ്, എളുപ്പത്തിൽ നടക്കുന്ന കാര്യമല്ല. അതിനുശേഷം മനുഷ്യജന്മം കിട്ടിയതുകൊണ്ട് മാത്രമാവുന്നില്ല ഭക്തിയുത സേവനങ്ങൾ ചെയ്യുവാനുള്ള ഒരു ആഗ്രഹം ഉള്ളിൽ വരിക എന്ന് പറയുന്നത്, വിശ്വാസം വരിക എന്ന് പറയുന്നത്, ഭഗവാനിൽ കുറച്ചെങ്കിലും ചെറിയൊരു ശ്രദ്ധ അല്ലെങ്കിൽ വിശ്വാസം വരിക എന്ന് പറയുന്നത് എത്രയോ മനുഷ്യജന്മങ്ങൾ നമ്മൾ ഇതിനു മുമ്പ് എടുത്തിട്ടുണ്ട്. എന്നാൽ അതെല്ലാം ആ ഓരോ ജന്മങ്ങളും ജന്മ സാക്ഷാത്കാരം, അതായത് മനുഷ്യജന്മത്തിന്റെ ഉദ്ദേശം തന്നെ ഭഗവത് സാക്ഷാത്കാരമാണ്. അത് നടന്നിട്ടില്ല ഇതുവരെ. അപ്പോൾ വീണ്ടും ഭഗവാന്റെ കൃപ കൊണ്ട് നമുക്ക് പല ശരീരങ്ങൾ മാറുന്നു. മനുഷ്യ ശരീരമല്ലാതെ മൃഗശരീരങ്ങളിലും മരങ്ങൾ ചെടികളും ഒക്കെയായി വന്നു. ഇനി അവസാനം മനുഷ്യ ശരീരം കിട്ടി. ഇനി ഇതിനു മുമ്പും മനുഷ്യ ശരീരം കിട്ടിയിട്ടുണ്ടാവാം. എന്നാൽ നമ്മൾ വേണ്ട രീതിയിൽ ആ ഒരു പെർഫെക്ഷനിലേക്ക് എത്തുവാൻ നമുക്ക് സാധിച്ചിട്ടുണ്ടാവില്ല. അതുകൊണ്ട് വീണ്ടും അവസരം തന്നിരിക്കുന്നു. ഇങ്ങനെ അവസരങ്ങൾ ഭഗവാൻ നമുക്ക് തന്നുകൊണ്ടിരിക്കുന്നു. അങ്ങനെ ഓരോ പ്രാവശ്യവും ഭഗവാന്റെ കൃപ കൊണ്ട് മുന്നോട്ട് പോകുന്നു. എന്നാൽ ഈ ഒരു ജന്മം എന്ന് പറയുന്നത് തീർച്ചയായിട്ടും സ്പെഷ്യലാണ്. കാര്യം ഹരിനാമം ചൊല്ലുക എന്ന് പറയുന്നത് നമുക്ക് ഓരോരുത്തർക്കും കിട്ടിയിട്ടുള്ള ഈ മനുഷ്യജന്മം വളരെ സ്പെഷ്യലാണ്. ഇതിനു മുമ്പ് ഇതിനുള്ള ഇത്രയും ഒരു വലിയൊരു അവസരം കിട്ടിയിട്ടുണ്ടാവില്ല എന്നുള്ളതിന് സംശയമില്ല. കാര്യം ശാസ്ത്രങ്ങൾ വളരെ വ്യക്തമായി പറയുന്നു, മനുഷ്യജന്മം കിട്ടിയതിന് ശേഷം ഭഗവാൻ അല്ലെങ്കിൽ ഭഗവത് സാക്ഷാത്കാരമാണ് ജീവിതത്തിന്റെ ലക്ഷ്യമെന്ന് മനസ്സിലാക്കുന്ന ആളുകൾ വളരെ കുറവാണ്. ഇനി മനസ്സിലാക്കിയത് കൊണ്ട് മാത്രമാവുന്നില്ല, അതിനുവേണ്ടി നമ്മൾ എന്തെങ്കിലും ചെയ്യേണ്ടതായിട്ടുണ്ട്. ചെയ്യുവാൻ വേണ്ടി മുന്നോട്ട് വരിക എന്ന് പറയുന്നത് വലിയൊരു കാര്യമാണ്. ഒന്ന് ആലോചിക്കണം, കാലത്ത് ഇത്രയും നേരത്തെ എഴുന്നേറ്റ് കുളിച്ച് 4 മണിക്ക്
ജപിക്കാനിരിക്കുക എന്ന് പറയുന്നത് സാധാരണ ഒരു കാര്യമല്ല. തീർച്ചയായിട്ടും അത് വലിയൊരു സംഭവം തന്നെയാണ്, വലിയൊരു അനുഗ്രഹമാണ് എന്നുള്ളതാണ് മനസ്സിലാക്കേണ്ടത്. ഭഗവാന്റെയും ഗുരുജനങ്ങളുടെയും വൈഷ്ണവരുടെയും അനുഗ്രഹമാണ്. കാരണം ബഹുനാം ജന്മനാം അന്തെ ജ്ഞാനവാമ പ്രപദ്യതേ വാസുദേവം സർവമിതി സ മഹാത്മ സുദുർലഭ. ഭഗവത്ഗീത പറയുന്നു, ബഹുനാം ജന്മനാം അന്തെ, നേരത്തെ പറഞ്ഞതുപോലെ ഒരുപാട് ജന്മജന്മാന്തരങ്ങൾക്ക് ശേഷമാണ് നമുക്ക് മനസ്സിലാവുന്നത് വാസുദേവം സർവമിതി. ഭഗവാൻ കൃഷ്ണൻ, വസുദേവരുടെ പുത്രൻ വാസുദേവൻ ഭഗവാൻ കൃഷ്ണനാണ് പരമദിവ്യോത്തമ പുരുഷൻ. അദ്ദേഹമാണ് ആരാധ്യ പുരുഷൻ. അതുകൊണ്ട് എന്റെ ജീവിത ലക്ഷ്യം എന്ന് പറയുന്നത് ആ ഭഗവാനെ സേവിക്കുക എന്നുള്ളതാണ്. ഇത് മനസ്സിലാക്കുന്നത് സ മഹാത്മാ സുദുർലഭ. അത് മനസ്സിലാക്കിയത് കൊണ്ട് മാത്രമാവുന്നില്ല. മനസ്സിലാക്കുക എന്ന് പറയുമ്പോൾ അത് മനസ്സിലാക്കിയ കാര്യം ജീവിതത്തിൽ ആചരിക്കുക എന്നുള്ളതും കൂടെ വരുന്നു. ഇത് ചെയ്യാൻ സാധിക്കുന്നത് മഹാത്മാക്കളാണെന്ന് പറയുന്നത്. ഇത് ഭഗവാൻ കൃഷ്ണന്റെ വാക്കുകളാണ്. മഹാത്മാവ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വലിയൊരു വ്യക്തിയാണെന്ന് പറയുന്നു. സുദുർലഭ, ദുർലഭം എന്ന് പറഞ്ഞാൽ വളരെ റെയർ ആണെന്ന് പറയുന്നു. സുദുർലഭം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിനേക്കാൾ ഒരുപാട് വിരളമാണ്. അപ്പോൾ ഭഗവാൻ തന്നെ പറയുന്ന വാക്കുകളാണ്. അപ്പൊ അതുകൊണ്ട് ഹരിനാമം ചൊല്ലാൻ വേണ്ടി നമ്മൾ ഇവിടെ വരുമ്പോഴും സത്സംഗത്തിലിരിക്കുന്നതും ഭക്തരുടെ കൂടെ നമ്മൾ എല്ലാവരും ഒരുമിച്ചിരുന്ന് നാമം ചൊല്ലുന്നു, കീർത്തനം ചൊല്ലുന്നു. ഇതെല്ലാം ഭഗവാന്റെ മഹാകൃപയും ഒരുപാട് അനുഗ്രഹം ഉള്ളത് കൊണ്ടാണ് എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കുക. അതുകൊണ്ട് ഈ ഒരു അവസരം പാഴാക്കാതെ ഇതേപോലെ തന്നെ മുന്നോട്ട് പോവുക എന്നുള്ളതാണ്. അങ്ങനെ നമുക്ക് ഭഗവാന്റെ കൃപ കൊണ്ട് ഈ ഒരു ജന്മം സഫലീകരിക്കാൻ സാധിക്കുന്നു. ഹരിനാമം നമ്മൾ വിചാരിക്കുന്ന പോലെയല്ല. ഹരിനാമം ഒരുപാട് ശക്തിയുണ്ട്. നാമചിന്താമണി കൃഷ്ണ ചൈതന്യ രസ വിഗ്രഹ പൂർണ്ണശുദ്ധോ നിത്യമുക്തോ അഭിന്നത്വ നാമനാമിനോ. ഹരിനാമം എന്ന് പറയുന്നത് പൂർണ്ണമാണ്. ചിന്താമണിയാണ്. ചിന്താമണി എന്ന് പറഞ്ഞാൽ എന്താണ്? ചിന്താമണി എന്ന് പറഞ്ഞാൽ ചിന്താമണി രത്നം. ചിന്താമണി രത്നത്തിന്റെ പ്രത്യേകത, നമ്മൾ എന്ത് ആഗ്രഹിച്ചാലും ആ ആഗ്രഹങ്ങൾ സാധിപ്പിച്ചു തരാൻ സാധിക്കുന്ന ശക്തിയുള്ള രത്നമാണ് ചിന്താമണി രത്നങ്ങൾ. എന്നാൽ ഈ രത്നങ്ങളൊക്കെ ഗോലോക വൃന്ദാവനത്തില് ആധ്യാത്മിക ലോകത്തിലാണ് കാണുന്നത്. അവിടെ പറയുന്നു എല്ലായിടത്തും ചിന്താമണി രത്നമാണെന്ന്. വൃന്ദാവന രമ്യസ്ഥാന ദിവ്യ ചിന്താമണി ധാമ രത്ന മന്ദിര മനോഹരം. അങ്ങനെ ഒരു വൈഷ്ണവ ഗീതം വരുന്നു. ചിന്താമണി ധാമം എന്നാണ് പറയുന്നത്. അതേപോലെ തന്നെ ചിന്താമണി പ്രകര സത്മഷു കൽപ്പവൃക്ഷ, ഈ ഒരു ശ്ലോകവും കേട്ടിട്ടുണ്ടാവും ബ്രഹ്മസംഹിതയിൽ. അവിടെയും പറയുന്നു ചിന്താമണി. ചിന്താമണി ഒരുപാട്, അല്ലെങ്കിൽ ആത്മീയ ലോകത്ത് ഉള്ളതാണ്. ചിന്താമണി നമ്മൾ സാധാരണ ആളുകൾ ആഗ്രഹിക്കുന്ന പോലെ ഭൗതികമായിട്ടുള്ള ആഗ്രഹങ്ങൾ സാധിപ്പിച്ചു തരാൻ വേണ്ടി അവിടെയുള്ള ആളുകൾ ആരും ചോദിക്കാൻ പോകുന്നില്ല. നമ്മളെ സംബന്ധിച്ച് ആഗ്രഹം എന്ന് പറയുമ്പോൾ ആദ്യം വരുന്നത് ഭൗതിക തലത്തിലുള്ള ആഗ്രഹങ്ങളാണ്. എന്താണെങ്കിലും നാമം ചിന്താമണിയാണെന്ന് പറയുന്നു. ഇപ്പോൾ നാമം ഉപയോഗിച്ച് ചില ആളുകൾ ഭൗതികമായിട്ടുള്ള കാര്യങ്ങൾ നടക്കുവാൻ വേണ്ടിയും നാമത്തെ ഉപയോഗിക്കുന്നുണ്ടാവും. ചില ആളുകൾ ആത്മീയമായിട്ടുള്ള പുരോഗതി ആഗ്രഹം മാത്രമുള്ള ആളുകളുണ്ടാവും. അങ്ങനെയുള്ളവരും നാമം ചൊല്ലുന്നുണ്ടാവും. അപ്പൊ നാമം പല ആളുകളും ചൊല്ലുന്നുണ്ടാവും. അതുകൊണ്ട് ഭഗവാൻ ഭാഗവത്തിൽ പറയുന്നു, 2-ാമത്തെ സ്കന്ധത്തിൽ, അകാമ സർവകാമവ മോക്ഷകാമ ഉദാരതി തീവ്രേണ ഭക്തി യോഗേന യജേത പുരുഷം പരം. അകാമ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആഗ്രഹങ്ങൾ, ഭൗതികമായിട്ടുള്ള ആഗ്രഹം ഇല്ലാത്തവരോ, സർവകാമവ, ഇനി ഒരുപാട് ആഗ്രഹങ്ങൾ, ഭൗതികമായിട്ടുള്ള ആഗ്രഹങ്ങൾ ഉള്ളവരോ, മോക്ഷകാമ, ഇനി മോക്ഷം ആഗ്രഹിക്കുന്നു. മോക്ഷം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബ്രഹ്മജ്യോതിയിലേക്ക് പോയി ലയിക്കണം എന്നുള്ള ആഗ്രഹം, ഈ ഭൗതിക ലോകത്തിലെ പ്രശ്നങ്ങളിൽ നിന്ന് എങ്ങനെയെങ്കിലും ഒരു നിവാരണം വേണം, ഈ ഒരു ചിന്താഗതിയുള്ളവർ, അല്ലാതെ ഭഗവത് സേവനം വേണമെന്നുള്ള ഭാവമല്ല, മോക്ഷം, ഇവിടെ നിന്ന് രക്ഷപ്പെടണം എന്നുള്ള ഒരു ഭാവമുള്ളവരോ. അകാമ സർവകാമവ മോക്ഷകാമ ഉദാരതി, എന്താണെങ്കിലും കുഴപ്പമില്ല. ഭഗവാൻ പറയുന്നു, ഭാഗവതം പറയുന്നു, തീവ്രേണ ഭക്തി യോഗേന യജേത പുരുഷം പരം, പരമദിവ്യതമ പുരുഷൻ വാസുദേവൻ കൃഷ്ണനെ ആരാധിക്കുക. ആഗ്രഹം ഉണ്ടെങ്കിലും ഭൗതികമായിട്ടുള്ള ആഗ്രഹം വെച്ചിട്ടാണോ ആഗ്രഹമില്ലാതെയാണോ എന്താണെങ്കിലും കുഴപ്പമില്ല. അതിന്റെ അർത്ഥം എന്താണെന്ന് വെച്ചാൽ ആർക്ക് വേണമെങ്കിലും എൻട്രി ഉണ്ട്, ആർക്ക് വേണമെങ്കിലും ചെയ്യുവാൻ സാധിക്കുന്നതാണ് ഭഗവത് ആരാധന. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഭഗവാനെ ആരാധിക്കുന്നതിൽ, അല്ലെങ്കിൽ ഭഗവാനെ നമ്മൾ പൂജിക്കുന്നു, ആരാധിക്കുന്നു, ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ആ ഒരു അംഗം എന്ന് പറയുന്നത് നാമമാണ്.
നാമമാണ് ഈ ഒരു യുഗത്തിൽ നമുക്ക് തന്നിട്ടുള്ള ധർമ്മവും, അല്ലെ? കലികാലെ നാമരൂപ കൃഷ്ണ അവതാർ. കലികാലത്തിൽ കൃഷ്ണ അവതാരം, ഭഗവാൻ കൃഷ്ണൻ അവതരിക്കുന്നു നാമമായിട്ടും ശ്രീമദ് ഭാഗവതമായിട്ടും. അപ്പോൾ ഭാഗവതം പഠിക്കുക, കേൾക്കുക, അതേപോലെ ശ്രീ ഭഗവാന്റെ നാമം ചൊല്ലുക, ഇതാണ് ജീവിതത്തിൽ ചെയ്യാൻ പറ്റുന്ന ഏറ്റവും വലിയ കാര്യങ്ങൾ. ഇപ്പൊ ചിന്താമണിയാണ് ഭഗവാന്റെ നാമം. അതുകൊണ്ട് നമ്മൾ എന്ത് ആത്മീയമായിട്ടുള്ള ആഗ്രഹങ്ങളോടുകൂടി നാമം ചൊല്ലുന്നു, ആ നാമം അത് സബലീകരിച്ച് തരുന്നു. ഭഗവാന്റെ സേവനങ്ങൾ ആഗ്രഹിച്ചുകൊണ്ട് നമ്മൾ നാമം ചൊല്ലുമ്പോൾ ഭഗവാൻ അതിനുള്ള അനുഗ്രഹം നമുക്ക് തരുന്നു. കൂടുതൽ കൂടുതൽ ഭക്തിയിൽ മുന്നോട്ട് പോകാൻ ആഗ്രഹിച്ചാൽ നാമം സാധിപ്പിച്ചു തരുന്നു. നാമ ചിന്താമണി കൃഷ്ണ. ചൈതന്യ രസവിഗ്രഹ. ചൈതന്യ എന്ന് പറയുമ്പോൾ ചൈതന്യ രസവിഗ്രഹ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ചൈതന്യം എന്ന് പറഞ്ഞാൽ നാമം വെറും ഒരു പേരല്ല, അതിൽ ചൈതന്യമുണ്ട്. ചൈതന്യം എന്ന് പറഞ്ഞാൽ അതിൽ അവബോധമുണ്ട്, ആത്മീയമായിട്ടുള്ള അവബോധം. രസവിഗ്രഹ. രസം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പൂർണ്ണമായിട്ടും അതിൽ ഭക്തിയുടെ രസം ഇരിക്കുന്നു. കാര്യം നാമവും ഭഗവാനും തമ്മിൽ വ്യത്യാസമില്ല. അതുകൊണ്ടാണ് പറയുന്നത് അഭിന്നത്വം നാമനാമിനോ. ഭഗവാനും നാമവും തമ്മിൽ വ്യത്യാസമില്ല എന്നുള്ളത്. ഇനി നാമം പൂർണ്ണമാണ്, ശുദ്ധമാണ്, നിത്യമുക്ത. നിത്യമുക്ത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നാമം ചൊല്ലുന്നതിലൂടെ മുക്തി എന്ന് പറയുന്നത് നമ്മൾ ആഗ്രഹിക്കേണ്ട ആവശ്യമില്ല, ഓട്ടോമാറ്റിക്കലി നടക്കുന്നു. ഈ മുക്തി സാധാരണ മുക്തിയല്ല, ബ്രഹ്മജ്യോതിയിലേക്ക് പോയി ലയിക്കുന്ന കാര്യമല്ല. ഭഗവാന്റെ അടുത്തേക്ക് പോകുന്നു, ആത്മീയ ലോകത്തിലേക്ക് പ്രവേശിച്ച് ഭഗവത് സേവനങ്ങൾ ചെയ്യുവാനുള്ള അവസരം ഭഗവാൻ തരുന്നു. അതുകൊണ്ട് ഭഗവാന്റെ മഹാ അനുഗ്രഹമാണ് ഈ നാമം എന്നുള്ളത് ഓർക്കുക. ഈ ഒരു അവസരം ഭഗവാൻ നമുക്ക് തരുന്നത് ഈ ഒരു അവസരം വേണ്ട രീതിയിൽ ഉപയോഗിക്കാൻ വേണ്ടിയിട്ടാണ് എന്നുള്ളതും ഓർക്കുക. നാമം നമ്മളെ ശുദ്ധീകരിക്കുന്നു. ശ്രീ ചൈതന്യ മഹാപ്രഭു പറയുന്നു, ചേതോ ദർപ്പണ മാർജനം ഭവമഹ ദാവാഗ്നി നിർവാപണം. ചേതോ ദർപ്പണ മാർജനം. നമ്മുടെ ഹൃദയമാവുന്ന ഈ ദർപ്പണം അഴുക്ക് പിടിച്ചിരിക്കുന്നു. കാര്യം എത്രയോ ജന്മങ്ങളിൽ നമ്മൾ എന്തൊക്കെയോ ചെയ്തിട്ടുണ്ട്, ആ കർമ്മങ്ങളൊക്കെ ഇങ്ങനെ അടിഞ്ഞുകൂടിയിരിക്കുകയാണ്, അഴുക്ക് പിടിച്ചിരിക്കുന്നു. എളുപ്പത്തിൽ അത് മാറില്ല, അത് മാറ്റുവാൻ വേറെ വഴിയുമില്ല. ഇതാണ് സത്യം. വേറെ വഴിയേ ഇല്ല. ഒരേ ഒരു വഴിയേ ഉള്ളൂ, സങ്കീർത്തനം, കീർത്തനം, നാമജപം, ശ്രവണം, കീർത്തനം. ഭഗവാനെ കുറിച്ച് ശ്രവിക്കുക. ശ്രീമദ് ഭാഗവതം, ഭഗവത്ഗീത, ചൈതന്യ ചരിതാമൃതം എന്നുള്ള ഗ്രന്ഥങ്ങളിൽ നിന്നും ഭഗവാനെ കുറിച്ച് പറയുന്ന കാര്യങ്ങളെല്ലാം വരിഷ്ഠരായിട്ടുള്ള ഭക്തരിൽ നിന്ന് കേൾക്കുക, അതേപോലെ നാമം ചൊല്ലുക. ഈ രണ്ട് വഴിയിലൂടെയാണ് ഈ ചേതോദർപ്പണ മാർജനം നടക്കുന്നത്, ശ്രീ ചൈതന്യ മഹാപ്രഭു പറയുന്നു. അല്ലാതെ വേറെ വഴിയൊന്നുമില്ല. കാര്യം എത്രയോ ജന്മങ്ങളുടെ അഴുക്കാണ്, നമ്മൾ വിചാരിക്കുന്ന പോലെയുള്ള അഴുക്കല്ല. കാര്യം ഇത് സൂക്ഷ്മമായിട്ടുള്ള സ്ഥൂലമായിട്ടുള്ളതും രണ്ടും ഉണ്ട്. സ്ഥൂലമായിട്ടുള്ള അഴുക്ക് നമുക്ക് കളയാൻ എളുപ്പമാണ്. ഒന്ന് ആലോചിച്ച് നോക്കൂ, വീട് വൃത്തിയാക്കുമ്പോൾ വലിയ നമ്മൾ ഡസ്റ്റ് അല്ലെങ്കിൽ കച്ചടയുണ്ടെങ്കിൽ അത് കളയാനും എളുപ്പമാണ്. എന്നാൽ ചിലപ്പോൾ ഈ ടൈലിന്റെ ഇടയിൽ പോയി പൊടിയെല്ലാം ഇരിക്കുന്നു അല്ലെങ്കിൽ അഴുക്കിരുന്നു കഴിഞ്ഞാൽ അത് ഉരച്ച് കളയാൻ സമയമെടുക്കും, എളുപ്പമല്ല, അല്ലെ? സാധാരണ നമ്മൾ അടിച്ചു വാരി കൊണ്ട് നടക്കില്ല. അതേപോലെയാണ് നമ്മുടെ ഹൃദയമാവുന്ന ദർപ്പണത്തിലുള്ള അഴുക്ക്, ചെറിയ അഴുക്കല്ല ഉള്ളത്. കാര്യം എത്രയോ ജന്മങ്ങളുടെ കർമ്മമാണ് നമ്മൾ മുന്നോട്ട് കൊണ്ടുവരുന്നത്. അപ്പോൾ അതിന് തീർച്ചയായിട്ടും സൂക്ഷ്മമായിട്ടുള്ളത് ഒരുപാടുണ്ട്. ചിന്തകൾ, നമുക്ക് മോശമായിട്ടുള്ള ചിന്തകൾ വരുന്നു, ഇതെല്ലാം സൂക്ഷ്മമായിട്ടുള്ളതാണ്. അതെല്ലാം മാറ്റണമെങ്കിൽ വേരോടുകൂടി പറിച്ചു കളയണം ഇതെല്ലാം. അതിന് സാധിക്കുന്നത് നാമമാണ്. നാമം അപാര ശക്തിയാണ് നാമത്തിനുള്ളത്. നാമത്തിൽ പൂർണ്ണ വിശ്വാസം ഉണ്ടാവുക നമുക്ക്. നാമം കൊണ്ട് നടക്കാത്ത കാര്യങ്ങളില്ല. അതായത് ആത്മീയമായിട്ടുള്ള എല്ലാ പെർഫെക്ഷനിലേക്കും നമുക്ക് എത്തുവാൻ സാധിക്കും നാമത്തിലൂടെ. നാമത്തിൽ 100% നമുക്ക് വിശ്വാസം ഉണ്ടാവും. അതുകൊണ്ടാണ് പറയുന്നത് ഹരേർ നാമ ഏവ ഈ കേവലം. ഹരിനാമം അല്ലാതെ വേറെ വഴിയില്ല എന്നുള്ളത്. ഈ ഒരു യുഗത്തിൽ മാത്രമല്ല, എല്ലാ യുഗത്തിലും നാമമുണ്ട്. സത്യയുഗത്തിൽ ധ്യാനമാണ് പ്രോസസ്സ്, ഭഗവത് സാക്ഷാത്കാരത്തിനുള്ള വഴി എന്ന് പറയുമ്പോഴും അവിടെയും നാമം ഇല്ലാത്ത കാര്യമില്ല. നാമം എല്ലായിടത്തും ഉണ്ട്. സത്യയുഗത്തിലുള്ള പരിശുദ്ധ ഭക്തരും അവരും നാമം ചൊല്ലുന്നുണ്ട്. നാമം എല്ലാ യുഗത്തിലും ഉണ്ട്. എന്നാൽ കലിയുഗത്തിൽ നമുക്ക് കിട്ടിയിട്ടുള്ളത് നാമം മാത്രം മതി. ബാക്കിയുള്ള വഴികളൊന്നും ഇല്ലെങ്കിലും, ബാക്കിയുള്ള കാര്യങ്ങൾ ചെയ്തില്ലെങ്കിലും നാമത്തിലൂടെ മാത്രം ഭഗവത് സാക്ഷാത്കാരം നടക്കുമെന്നുള്ള ഉറപ്പ്
ഭഗവാൻ നമുക്ക് തന്നിരിക്കുകയാണ്. അതുകൊണ്ട് നമ്മൾ ഓരോരുത്തരും നാമത്തെ മുറുക്കെ പിടിക്കുക. എല്ലാ ദിവസവും നാമം ചൊല്ലുക. ഒരു ദിവസം പോലും മുടങ്ങാതെ. നമ്മൾ ഭക്ഷണം കഴിക്കാൻ ആരും മറക്കുന്നില്ല. 3 നേരം വളരെ സിസ്റ്റമാറ്റിക് ആയിട്ട്, ആരും പറയേണ്ട ആവശ്യം പോലുമില്ല. നമുക്ക് വിശപ്പ് വരുന്നു, ഓട്ടോമാറ്റിക്കലി കഴിക്കുന്നു. ആരും നിർബന്ധിക്കേണ്ട ആവശ്യമുണ്ടോ കഴിക്കാൻ? എന്നാൽ നാമത്തിന്റെ കാര്യം വരുമ്പോൾ, സത്സംഗത്തിന്റെ കാര്യം വരുമ്പോൾ എപ്പോഴും ചോദ്യമാണ്, ഇന്ന് പറ്റില്ല, വയ്യ, അല്ലെങ്കിൽ അവിടെ പോണം, ഇവിടെ പോണം, ആ കാര്യമുണ്ട്, ഈ കാര്യമുണ്ട്, അങ്ങനെ ഒരുപാട് എക്സ്ക്യൂസസ് നമ്മുടെ മുമ്പിലുണ്ട്. പക്ഷെ ഓർക്കുക, ഇതല്ലാതെ വേറെ വഴിയില്ല എന്നുള്ളത്. അപ്പോൾ ഭഗവാൻ ഒരുപാട് അനുഗ്രഹം നമുക്ക് തന്നിരിക്കുന്നു നാമത്തിലൂടെ. അപ്പൊ ഭഗവാന്റെ ശ്രീമൻ ഭഗവാന്റെ നാമങ്ങൾ ചൊല്ലുക എന്നുള്ളതാണ് നമ്മൾ ഓരോരുത്തരും ചെയ്യേണ്ട ഏറ്റവും വലിയ കാര്യം. അതിലൂടെ എല്ലാ പെർഫെക്ഷനും, അതായത് ആത്മീയ ലോകത്തിലേക്ക്, ഗോലോക വൃന്ദാവനത്തിലേക്ക് പോയി ഭഗവാനെ സേവിക്കുവാൻ നമുക്ക് സാധിക്കുന്നു. അതുകൊണ്ട് എല്ലാവരും ഇപ്പോൾ നമ്മൾ കണ്ടിന്യൂ ചെയ്യുന്ന പോലെ കണ്ടിന്യൂ ചെയ്യുക. ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ, ഹരേ രാം ഹരേ രാം, ഹരേ രാം രാമ രാമ ഹരേ ഹരേ. എല്ലാവിധ ശുദ്ധീകരണവും നടക്കുന്നു. നാമചിന്താമണിയാണ്, അതുകൊണ്ടാണ് ചിന്താമണി ആയതുകൊണ്ട് എല്ലാ ആത്മീയമായിട്ടുള്ള ആഗ്രഹങ്ങളും ഭഗവാൻ സാധിപ്പിച്ചു തരുന്നു ഈ നാമത്തിലൂടെ. ഹരിനാം പ്രഭു കി ജയ്, ശീല പ്രഭുപാദ് കി ജയ്. ഹരേ കൃഷ്ണ.